സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എനിക്ക് സമ്മതിച്ചേക്കുക. സ്ത്രീധനം മാക്സിമം ഇങ്ങ് പോരട്ടെ. 3 പെങ്ങന്മാരെ അയക്കാനില്ലേ നിനക്ക്? എന്തായാലും രാജേട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നുള്ളൂ. ആ രാജേട്ടൻ കെട്ടിയിട്ട് നീ കെട്ടിയത് തന്നെ. എനിക്ക് ഈ ഭാര്യ കുട്ടി പരാതിയൊന്നും ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക്. മാത്രമല്ല അതിന്റെയൊക്കെ ഒരു പ്രായവും കഴിഞ്ഞു. സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ. Good morning, young lady. I am Major Rajashekharan Nambiar. Your good name, please? I'm sorry, Major. It's none of your business. You are right. Thank you. See you again. അപ്പൊ ചൂടാവുന്ന ഇനമാണ്. സാരമില്ല. പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാ, മലയാളി. അത് ശരി. 5-6 മാസത്തേക്കൊന്ന് ഡെറാഡൂണിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ പറന്നെത്തിയത് അടിയൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് ശുശ്രൂഷിക്കൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട, ഞാൻ നോക്കോളാം. എനിക്കിങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം. അതിനൊരു രസമുള്ളൂ. അതെ, എന്താ ഈ മാടപ്രാവിന്റെ പേര്? പേരൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 3-4 മാസമായുള്ളൂ. നന്നായിട്ട് അറിയാം, പക്ഷേ പേരൊട്ട് ഓർക്കുന്നുമില്ല. വേണ്ട, ഞാൻ തന്നെ തപ്പി പിടിച്ചോളാം. രാജേട്ടാ, തപ്പാനും പിടിക്കാനൊന്നും പോണ്ട. പേര് സൂസന്ന. ആഹാ, പാവ. അത് ഞാൻ വെറുതെ വിട്ടേ. പാവമൊന്നുമല്ല, പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. श्रीमान 31 जवान परेड पर परेड अफगान नृत्य के लिए तैयार है। तुम्हारा क्या ठीक नहीं है? बट मिलाकर रखो। Susanna, 1 minute. Yes, what do you want? അല്ല, പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പേര് ചോദിച്ചാ പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ആ, ഇങ്ങനെയൊക്കെയാ കൊച്ചേ മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെയാ നാട്, എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ? പറയണ്ട. നാടും കൂടുമൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം. ഓക്കെ, സീ യു അഗൈൻ. അറിയാമോ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, മറിയാമ്മയ്ക്ക് എന്തോന്ന് വിശേഷം?
ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുന്നു. എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാഹിബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും. See you. ഇതും കൂട്ടി 6-മത്തതാ. ഇനി മതി രാജേട്ടാ. തന്നെയൊരു ബിയർ കൂടെ പറയട്ടെ. ഇത് 2-മത്താ. ഇത് തന്നെ അധികം. ഓക്കെ. നമ്പ്യാരെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവിടെ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്തായിട്ടാണ് നിർബന്ധം? മനസ്സിലായില്ല. അല്ല, താനൊന്ന് വഴിയില്ല പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്ന. അതിനെ പിടിച്ചു നിർത്തി എന്തൊക്കെ ചോദിച്ചെന്നോ പറഞ്ഞെന്നൊക്കെ അറിഞ്ഞു. ആണുങ്ങളായ പെൺപിള്ളാരെ വഴി തടഞ്ഞു നിർത്തി പലതും ചോദിച്ചെന്നും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുവയ്ക്കും, ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലേ പതിവ്. തനിക്ക് എച്ചിൽ തിന്നറിയോ? എപ്പോഴും അങ്ങ് എച്ചില് തിന്നുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പോ തിരിച്ചും സംഭവിക്കും. ഓ, അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ പഠിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പ് ഇങ്ങനെ സലൂട്ടടിച്ച് നിൽക്കും. ഇനി ഇയാൾ എണീച്ച് അപ്പുറത്തെ ടേബിളോട്ട് പോയിരിക്കും. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ചെല്ലേ ചെല്ലോ. നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണ് കേസല്ല വേറെ ഒന്നും പറയാനില്ലേ? ഇറ്റ്സ് റിയലി എ ഷെയിം. അല്ലേ തന്നെ ഇവനെ കണ്ട എനിക്കും ചൊറിയും, എന്നെ കണ്ട അവനും ചൊറിയും. എനിക്കിപ്പോ ചൊറിച്ചിൽ മാത്രമല്ല, കഴിക്കുന്ന തരിപ്പുണ്ട്. അത്ര വരുമാനം ചെയ്യാനുള്ള ചെയ്തിട്ട് പോണാക്കൂലേ? ഓ രാജേട്ടാ, ഇതേ മേഖല കഴിച്ചു കൂട്ടി കാണിച്ച് പേടിപ്പിക്കല്ലേ? വരുമ്പോ പോ. രാജേട്ടാ ഇരിക്കെ, കുറിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് പോവാം. അപ്പോ സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ? ഈ സൂസന്നയുടെ കാര്യത്തിൽ ഇയാൾക്കെന്താ എത്ര വിഷമം? ഇയാളാര് ലോക മനസാക്ഷിയോ? ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടേ പറഞ്ഞു, ഞാനങ്ങ് വിട്ടേക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞു. അല്ല, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ സംസാരിച്ചാൽ ബോറാവും. ബോറായി. അതുകൊണ്ട് ഡബിൾ ലാർജ്. ऐसा नहीं है, तुम लोग ठीक नहीं कर रहे हैं. मैं दिखाऊंगा. उतरो, मुझे जा, पीछे गिर जाओ. देख. How do you feel now, Major? Feeling better, Doctor. That's good. We'll continue the same drugs for 3 more days. Yes, Doctor. സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. സത്യത്തിൽ റോപ്പി പിടിച്ച് മുകളിലോട്ട് കയറുമ്പോ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ദിവസവും 5-8 ചുരുട്ടും വലിച്ച് 8-9 പേർക്ക് റമ്മും കുടിച്ചാ പിന്നെ ആരാ ബ്ലാക്ക് ഔട്ട് ആവാണ്ടിരിക്കുക? യെസ്, ദാറ്റ് ഇസ് ട്രൂ. വയസ്സ് 10-40 കഴിഞ്ഞില്ലേ? ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം. ലെസ്സർ ഡ്രിങ്ക്സ് ആൻഡ് ലെസ്സർ സിഗാർസ്. 1-2 ദിവസത്തിനും യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. സീ യു ടുമോറോ. See you. I'll join you in the OP, sir. ഓക്കെ. ഈ വീഴ്ച രാജേട്ടനൊരു വാർണിംഗ് ആണ്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആവണം. എങ്കിലേ ഇപ്പോഴത്തെ ജീവിത രീതികൾക്കൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണുകേസുമായിട്ട് സ്വയം നശിക്കാം. അതെ, ഇങ്ങനെ വീണത് നന്നായി. അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും
പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമായല്ലോ. ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിലര് കണ്ടുപഠിക്കും, ചിലര് കൊണ്ടുപഠിക്കും. ഇതിനി ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം.